ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. നിലവിൽ നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഗിഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് സമഗ്രമായ പെൻഷൻ പദ്ധതികളില്ല. ഇതിന് പരിഹാരമായാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനൊരുങ്ങുന്നതെന്നാണ് വിവരം. അസംഘടിത മേഖലയിലുള്ളവർക്ക് പുറമെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് കരുതുന്നത്. പുതിയ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് പെൻഷൻ പദ്ധതി തയ്യാറാക്കുന്നത്. നിലവിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പോലുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണ് പുതിയ പെൻഷൻ പദ്ധതിയെന്നാണ് സൂചന. പദ്ധതിയിൽ നിർബന്ധമായി ചേരേണ്ടതില്ല എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ്. പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് നിശ്ചിത തുക അടച്ച് 60 വയസ്സാകുമ്പോൾ മാസം ഒരു നിശ്ചിത തുക പെൻഷനായി ലഭിക്കും. എന്നാൽ EPF പോലെ ഇതിന് സർക്കാർ വിഹിതം ഉണ്ടായേക്കില്ല എന്നാണ് പ്രാഥമിക നിഗമനം. പല മേഖലയിലുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ചില പെൻഷൻ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു. ഇവയെല്ലാം ലയിപ്പിച്ച് ഒറ്റ പദ്ധതിയാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമായി ഇതിനെ അവതരിപ്പിക്കില്ല. അടൽ പെൻഷൻ യോജന, നാഷണൽ പെൻഷൻ സ്കീം ഫോർ ട്രേഡേഴ്സ് തുടങ്ങി നിലവിൽ സർക്കാരിന്റെ നിരവധി പെൻഷൻ പദ്ധതികളുണ്ട്. നിക്ഷേപകന് 60 വയസ്സ് കഴിഞ്ഞാൽ മാസം 3000 രൂപ ലഭിക്കുന്ന കർഷകർക്കുള്ള പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന പദ്ധതിയുമുണ്ട്. ഇവയിൽ ഏതൊക്കെ ലയിപ്പിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. പെൻഷൻ പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ കരട് രൂപം തയ്യാറായാൽ മാത്രമേ പദ്ധതിയുടെ രീതിയും അതിന്റെ സംവിധാനങ്ങളും എങ്ങനെയെന്ന് വ്യക്തമാകുകയുള്ളൂ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.